ഹലോ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ സ്വീറ്റ് റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിന് മുമ്പായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് ഓളെന്ന ഓപ്ഷനും കൂടെ ഒന്ന് നിങ്ങൾ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഒരുപാട് നല്ല നല്ല വീഡിയോസ് എൻ്റെ ചാനലിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതും കൂടെ നിങ്ങളൊന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഒന്ന് നിങ്ങൾ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോഴാണ് ഞാൻ ഈ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാകുള്ളൂ. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്തും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ഈ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ബൗളിൽ 1.25 ബൗള് ചെറുപയർ പരിപ്പാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് നന്നായിട്ടൊന്ന് ലോ ആയിട്ട് വെക്കുക. എന്നിട്ട് നമുക്ക് ചെറുപയർ പരിപ്പ് ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ അത് ചൂടാവുമ്പോൾ ഒട്ടും തന്നെ ഒരു കളർ ചേഞ്ച് നമുക്ക് ചെറുപയർ പരിപ്പ് വരേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ചെറുപയർ പരിപ്പ് ചൂടായാൽ മാത്രം മതി. ഒരു 5 മിനിറ്റ് സമയം മാത്രം നമുക്കിതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരും ഈ ചെറുപയർ പരിപ്പിൻ്റെ കേട്ടോ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ചെറുപയർ പരിപ്പ് വേവാനുള്ള വെള്ളം നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടണം കേട്ടോ. അപ്പോൾ അതിന് ആവശ്യമായ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 4 ബൗൾ വെള്ളം ഞാൻ മെഷർ ചെയ്തിരിക്കുന്ന ബൗളിൽ 4 ബൗൾ വെള്ളം തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് എനിക്ക് വെന്ത് കിട്ടണം കേട്ടോ അതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് കുക്കർ ഒന്ന് മൂടുന്നതിന് മുമ്പായിട്ട് ഒരു പിഞ്ച് ഓഫ് സോൾട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കുക്കർ ഒന്ന് മൂടി വെച്ച് നന്നായിട്ടൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. ഞാനൊരു 5 വിസിലൊക്കെ ഇട്ടിട്ടുണ്ട്. കാരണം എനിക്ക് നന്നായിട്ട് ചെറുപയർ പരിപ്പ് വെന്ത് കിട്ടണം. അപ്പോൾ സമയം കൊണ്ട് ഞാനിവിടെ 1/2 ലിറ്റർ പാലൊന്ന് തിളപ്പിക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ റെസിപ്പിക്ക് ആവശ്യമായ പാൽ ഞാനിവിടെ 1/2 ലിറ്ററാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് നന്നായിട്ടൊന്ന് ഒട്ടും തന്നെ ഞാൻ വെള്ളമൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു 1/2 കിലോ ശർക്കരയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് നമുക്കിതുപോലെ ഒന്ന് ശർക്കര പാനി റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനാവശ്യമായ വെള്ളം ഞാൻ ജസ്റ്റ് അതൊന്ന് നന്നായിട്ടൊന്ന് പാനിയാകാനുള്ള വെള്ളം മാത്രമേ ഉള്ളൂ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും നമുക്കിവിടെ റെഡിയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒട്ടും തന്നെ കട്ടയൊന്നുമില്ലാതെ എല്ലാം കൂടെ ഞാനിതാ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ശർക്കര പാനി നന്നായിട്ട് റെഡിയായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ റെസിപ്പിയിലേക്ക് ആവശ്യമായ പാലും അതുപോലെ തന്നെ ശർക്കര പാനി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഒരു 1.5 ടേബിൾ സ്പൂണോളം കസ്റ്റർഡ് പൗഡറാണ് കേട്ടോ ഇത്. അപ്പോൾ അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു ഇച്ചിരി തണുത്ത പാല് ഞാനിതുപോലെ ഒഴിച്ചു കൊടുത്ത് റെഡിയാക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് നമുക്കിതുപോലെ കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ചെയ്ത് റെഡിയാക്കി എടുത്ത് വെക്കാം. അപ്പോൾ ഇനി ഞാനൊരു പാനിലേക്ക് 1 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ ഒരു കൈപ്പിടി അളവ് റൈസിൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ റൈസിൻസ് നന്നായിട്ടൊന്ന് നെയ്യ് കിടന്ന് ചൂടായി വരട്ടെ. അതുപോലെ തന്നെ ഒരു 1/4 ബൗൾ തേങ്ങ ഞാനിതുപോലെ നന്നായിട്ട് പൊടിയായി അരിഞ്ഞ് അതും കൂടെ നെയ്യിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമുക്ക് തേങ്ങയും അതുപോലെ തന്നെ നമ്മുടെ റൈസിൻസും നെയ്യിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഈ സമയം കൊണ്ട് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. വീട് മുഴുവൻ നെയ്യിൽ തേങ്ങയും അതുപോലെ റൈസിൻസൊക്കെ നന്നായിട്ട് വഴണ്ടി വരുന്ന സ്മെല്ല് നന്നായിട്ടുണ്ട് വീട് മുഴുവനും. അപ്പോൾ ഇതാ നമ്മുടെ റൈസിൻസും തേങ്ങയൊക്കെ നന്നായിട്ട് ഞാൻ വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ ചെറുപയർ പരിപ്പ് നന്നായിട്ട് ഇതാ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു തവി ഉപയോഗിച്ച് നമുക്കിതുപോലെ ചെറുപയർ പരിപ്പ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു പരുവത്തിലാണ് കേട്ടോ ഞാൻ ചെറുപയർ പരിപ്പ് വേവിച്ചെടുത്തിരിക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ റെസിപ്പിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ശർക്കര പാനി ഇതുപോലെ ഒരു സ്ട്രെയിനർ ഉപയോഗിച്ച് അരിപ്പ് ഉപയോഗിച്ച് അരിച്ച് വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ സമയം നമുക്ക് ഫ്ലെയിം ഒന്ന് ലോ ആയിട്ട് തന്നെ വെക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ശർക്കര പാനിയും ചെറുപയർ പരിപ്പും ഒക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് കട്ടയൊന്നും ഇല്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മൾ തിളപ്പിച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്ന പാലാണ് കേട്ടോ. 1/2 ലിറ്റർ പാൽ നമ്മൾ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക്
നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ലോ ആയിട്ട് തന്നെ വെച്ച് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് കറക്റ്റൊന്നും ഇല്ലാതെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മൾ മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുന്ന കസ്റ്റർഡ് പൗഡറിൻ്റെ മിക്സാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്ത് നമുക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കട്ടയൊന്നും പിടിക്കാത്ത രീതിക്ക് വേണം നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ പായസം നന്നായിട്ട് തിളച്ച് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ മിൽക്ക് മെയ്ഡാണ്. അപ്പോൾ നമുക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2 ടേബിൾ സ്പൂണോളം മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇനി ഞാൻ ഒരു 6 ഏലക്ക ഇതുപോലെ പഞ്ചസാരയും ചേർത്ത് പൊടിച്ച് അതും കൂടെ അതിൻ്റെ മുകളിലേക്കായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂണോളം നെയ്യും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു മണമാണ് നെയ്യൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മൾ ഓൾറെഡി നെയ്യിലൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റി വെച്ചിരുന്ന റൈസൻസും അതുപോലെ തന്നെ തേങ്ങയുമാണ് കേട്ടോ. നെയ്യിലിട്ട് നന്നായിട്ട് വഴറ്റിയതല്ലേ. അപ്പോൾ അതും കൂടെ നമ്മുടെ പായസത്തിൻ്റെ മുകളിലേക്കായിട്ട് നമുക്കിതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വളരെ പെട്ടെന്ന് വളരെ ഈസി ആയിട്ട് നിങ്ങളിതുപോലൊന്ന് ചെയ്ത് നോക്കുക. എല്ലാവരും തയ്യാറാക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കുക. അപ്പോൾ നമ്മുടെ പായസം നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് ഒന്ന് മാറ്റി ഒഴിക്കാം. അപ്പോൾ നല്ല ചൂടോടുകൂടി ചെറുപയർ പായസം ഇതുപോലെ സെർവിങ് ബൗളിലേക്ക് ഒഴിക്കുന്നത് കാണാൻ തന്നെ ഒരു നല്ലൊരു രസമല്ലേ. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഇത് കുടിക്കാനും അത്ര നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അത്ര നല്ല ടേസ്റ്റായിരുന്നു. ചെറുപയർ ഇതുപോലെ നന്നായിട്ട് വേവിച്ച് കസ്റ്റർഡ് പൗഡറൊക്കെ ചേർത്ത് ഇതുപോലെ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കൂ. അത്ര നല്ല ടേസ്റ്റായിരുന്നു. വീട്ടിലുണ്ടാക്കിയതും അറിഞ്ഞില്ല, അത് തീർന്നതും അറിഞ്ഞില്ല കേട്ടോ. അത്ര നല്ല ടേസ്റ്റായിരുന്നു. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി. തികയാണ്ട് പോയി എന്ന് തന്നെ പറയാം. അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു എല്ലാവർക്കും. സാധാരണ ഞാൻ വീട്ടിൽ ചെറുപയർ പായസം ഉണ്ടാക്കുമ്പോൾ അത്രയ്ക്കൊന്നും ആരും അങ്ങനെ ഇഷ്ടപ്പെട്ട് കഴിക്കില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തപ്പോൾ അവർ വീണ്ടും കുടിക്കുകയും ചെയ്തു. തികയാണ്ട് പോയി ഇനി ഉണ്ടോ എന്നാണ് ചോദിച്ചത്. അത്രയ്ക്ക് നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് കാണുന്നത് പോലെ അത്രയ്ക്ക് നല്ല ടേസ്റ്റായിരുന്നു കഴിക്കാനും. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കുക. അപ്പോൾ ഇതുപോലുള്ള പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.